മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു റിയാലിറ്റി ഷോ തന്നെയാണ് ബിഗ് ബോസ്. ബിഗ് ബോസിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ആരാധകരെല്ലാവരും. ഏപ്രിൽ മെയ് സമയങ്ങളിലാണ് ബിഗ് ബോസ് ആരംഭിക്കാറുള്ളത്. ആ സമയമായിട്ടും ബിഗ് ബോസിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരാധകർക്കെല്ലാവർക്കും വലിയ നിരാശയായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ലാലേട്ടന്റെ പിറന്നാൾ ദിവസമായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7 ലോഗോ പരിചയപ്പെടുത്തിക്കൊണ്ട് അണിയറ പ്രവർത്തകർ തന്നെ രംഗത്തെത്തിയത്. ആ വാർത്തയൊക്കെ തന്നെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്തവണ ബിഗ് ബോസിലേക്ക് ആരൊക്കെയായിരിക്കും മത്സരാർത്ഥികളായി എത്തുന്നത് എന്നൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായി മാറുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോഴിതാ കഴിഞ്ഞ ബിഗ് ബോസിലൂടെ നിരവധി ആരാധകരെയും അതേസമയം വിമർശകരെയും സ്വന്തമാക്കിയ ഗബ്രിയും ജാസ്മിനും ബിഗ് ബോസിലേക്ക് എത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വാർത്ത ആദ്യം പുറത്തു വന്നത്. കഴിഞ്ഞുപോയ സീസണുകളിലെ മത്സരാർത്ഥികൾ, മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരാർത്ഥികൾ പുതിയ ബിഗ് ബോസ് സീസണുകളിലേക്ക് ക്ഷണം സ്വീകരിച്ച് 2-3 എപ്പിസോഡുകൾക്ക് വേണ്ടി എത്താറുണ്ട്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആര്യയും ഒക്കെ തന്നെയും അങ്ങനെ വീണ്ടും ബിഗ് ബോസിലേക്ക് തിരിച്ചെത്തിയ ചരിത്രങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ തന്നെയും ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള എപ്പിസോഡുകളായിരുന്നു. അതുപോലെ അങ്ങനെയൊരു അവസരം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്താൻ പോകുന്നത് ജാസ്മിനും ഗബ്രിയുമായിരിക്കുമെന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത്. ഇതിന് പിന്നാലെയാണ് അത്തരത്തിലുള്ള വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം ബിഗ് ബോസിലേക്ക് എത്താൻ വളരെയധികം സാധ്യതയുള്ള മത്സരാർത്ഥികളുടെ വിവരങ്ങൾ പോലും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ റീ എൻട്രി ചെയ്യാൻ സാധ്യതയുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഒട്ടും പുറത്തു വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു റീ എൻട്രി ഉണ്ടെങ്കിൽ അത് ആരുടേതായിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വിലയേറിയ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.